ഞാൻ സ്വാതിയോട് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അവള് പറയാ അവൾക്ക് അവളുടെ വഴി സഞ്ജുവിന്റെ വഴിയെന്ന്. അങ്കിൾ, സത്യത്തിൽ എനിക്കും എന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയാണ്. സഞ്ജു, നീ അറിയാത്തൊരു കാര്യമുണ്ട്. നിന്നെ കൂടി ടെൻഷനാക്കണ്ടെന്ന് കരുതിയ മനഃപൂർവ്വം ഞാനത് പറയാതിരുന്നത്. എന്ത് സത്യം അങ്കിൾ പറയും, ഞാൻ കേക്കട്ടെ. സഞ്ജു, ഇത്രയും നാളും മറച്ചു വെച്ചിരുന്ന ആ സത്യം സ്വാതി അറിഞ്ഞു. ഇതാരാന്ന് നിനക്ക് പറയാമോ? ഇത് ലച്ചു ചേച്ചിയുടെ ഭർത്താവ് സഞ്ജു ഏട്ടനല്ലേ? ആ സത്യം സ്വാതിക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അതാ എൻ്റെ മോള് കൈനരമ്പ് മുറിച്ച് സ്വയം ഇല്ലാതാവാൻ പോലും ശ്രമിച്ചത്. നമ്മളെല്ലാം വേദനിപ്പിക്കണ്ടെന്ന് കരുതിയാവും എന്റെ സ്വാതിയെല്ലാം ഉള്ളിൽ ഒതുക്കുന്നേ. അവളിങ്ങനെ സ്വയം ഉരുകി തീരുക. നീ എന്റെ മോളെ ചതിക്കായിരുന്നു അല്ലേടാ? ഇവൻ മനഃപൂർവ്വം ചെയ്തതല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാ. അതിങ്ങനെ കാഞ്ചനം ബഹളം വെച്ചു അതൊരു വലിയ ഇഷ്യൂ ആക്കണ്ട. പ്രഭ ഇവനോടൊപ്പം ചേർന്ന് സ്വന്തം മോളെ ചതിക്കായിരുന്നില്ലേ? ഈ സത്യങ്ങളെല്ലാം നിങ്ങൾക്കും അറിയായിരുന്നില്ലേ? എന്നിട്ടും എന്തിനാ ഈ രണ്ടാം കെട്ടുകാരണം നമ്മുടെ മോളെ കെട്ടിച്ചു കൊടുത്തത്? ഇത് ചതിയാ, കൊടും ചതി. ഞാനിത് സഹിക്കില്ല, എനിക്കിത് സഹിക്കാൻ പറ്റില്ല. ഒരമ്മയെ സഹിക്കില്ല, ഒരിക്കലും സഹിക്കില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ. എനിക്കൊന്ന് കേക്കണ്ട, ഒന്നും പറയണ്ട ഇനി ആരും. ഒരു ലച്ചു അവളോ എല്ലാത്തിനും കാരണം. എന്റെ മോളെ കൊലയ്ക്ക് കൊടുത്തത് അവള്, ആ ലച്ചു. അവള് സുഖിച്ചു വാഴുക. എനിക്കിത് പറ്റില്ല, ഞാനതിന് സമ്മതിക്കില്ല. ഇന്ന് ഇപ്പോ ഞാൻ അവളെ മംഗലശ്ശേരിയിൽ നിന്ന് അടിച്ചിറക്കും. ഇനി അവൾ അവിടെ വാഴില്ല. കാഞ്ചനെ പറയുന്നേ. കാഞ്ചന നിൽക്കും. വിടന്നെ. നിൽക്കാൻ. കാഞ്ചന നമ്മളെന്താ